നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണാറില്ല എന്ന്. അധികാരത്തിലെത്തി 12 വർഷങ്ങൾ കഴിഞ്ഞിട്ടും നരേന്ദ്രമോദി ഇന്ത്യയിൽ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് തുറന്ന വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൂട്ടി നിശ്ചയിക്കാത്ത പത്രസമ്മേളനങ്ങൾക്ക് തയ്യാറാകാത്തതിനെ ന്യായീകരിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ രംഗത്ത് വന്നിരുന്നു. എന്നാൽ അതിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ. തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾ മാധ്യമപ്രവർത്തകരുടെ മുൻകൂട്ടി അറിയിക്കാത്ത ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണെന്ന് ഗിൽഡ് പ്രസ്താവനയിൽ പറഞ്ഞു. അധികാരത്തിൽ ഇരിക്കുന്നവരോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് ജനങ്ങളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ മാധ്യമങ്ങളുടെ ചുമതലയാണ്. മധ്യസ്ഥർ വഴി ആശയവിനിമയം നടത്തുന്നതിനേക്കാൾ ജനങ്ങളുമായി നേരിട്ട് ഇടപഴകാനാണ് നരേന്ദ്രമോദിക്ക് ഇഷ്ടമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടൻ അടുത്തിടെ ന്യൂസിലൻഡിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. എന്നാൽ ഈ വാദം തള്ളിയ എഡിറ്റേഴ്സ് ഗിൽഡ് രാജ്യത്തെ ബാധിക്കുന്ന അടിയന്തര രാഷ്ട്രീയ സാമ്പത്തിക വിഷയങ്ങളിൽ അവിടുത്തെ എല്ലാ ജനങ്ങളോടും മറുപടി പറയാൻ പ്രധാനമന്ത്രിക്ക് ബാധ്യതയുണ്ടെന്നും പറഞ്ഞു. ഔദ്യോഗിക പ്രതിനിധികൾ ഇത്തരം ബാലിശമായ ന്യായീകരണങ്ങൾ നൽകുന്നതിൽ നിന്നും പിന്മാറണം. ഇത്തരം നിലപാടുകൾ മാധ്യമ സ്വാതന്ത്ര്യത്തെ തകർക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് ഊർജ്ജ പ്രതിസന്ധി നേരിടുമ്പോൾ പോലും തന്റെ കാഴ്ചപ്പാടുകൾ ഒരു മാധ്യമവുമായും പങ്കുവെക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല. സാധാരണയായി തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾ മാധ്യമങ്ങളെ അവഗണിക്കാറില്ലെന്ന് മാത്രമല്ല, ജനാധിപത്യ പ്രക്രിയയുടെ അവിഭാജ്യ ഘടകമായ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളെ പതിവായി നേരിടുകയും ചെയ്യുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങൾ വഴി മുൻകൂട്ടി തയ്യാറാക്കിയ ഏകപക്ഷീയമായ ആശയവിനിമയങ്ങൾ നടത്തുന്നത് സ്വതന്ത്ര മാധ്യമങ്ങളുമായുള്ള സമ്പർക്കത്തിന് പകരമാകില്ല എന്നും സംയുക്ത പ്രസ്താവനയിലൂടെ എഡിറ്റേഴ്സ് ഗിൽഡ് പറഞ്ഞു. നേരത്തെ ഇതേ വിഷയത്തിൽ മോദിയെ ന്യായീകരിച്ച ആളാണ് ബാംഗ്ലൂരിൽ നിന്നുള്ള BJP MPയും യുവമോർച്ച ദേശീയ അധ്യക്ഷനുമായ തേജസ്വി സൂര്യ. എന്നാൽ ജൂൺ 18 ബംഗളൂരുവിലെ VV പുരത്തുള്ള ജെയിൻ കോളേജിൽ ഒരു ചടങ്ങിനിടെ വിദ്യാർത്ഥികളിൽ നിന്ന് ചില ചോദ്യങ്ങൾ ഉയർന്നതോടെ തേജസ്വിക്കും ഉത്തരമില്ലാതെയായി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ തലവൻ കഴിഞ്ഞ 12 വർഷമായി മാധ്യമങ്ങളെ കാണാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ആ സദസ്സിൽ നിന്നും ഉയർന്നു. ചോദ്യത്തിന് അല്പം പ്രയാസപ്പെട്ട് തേജസ്വി മറുപടി നൽകുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. തേജസ്വിയെ ജെൻസികൾ നിർത്തിപ്പൊരിച്ചു എന്നൊക്കെയാണ് ആ വീഡിയോക്ക് താഴെ കമന്റുകൾ വരുന്നത്. സമൂഹ മാധ്യമങ്ങളുടെ ഇക്കാലത്ത് പത്രസമ്മേളനങ്ങൾ പോലെയുള്ള പരമ്പരാഗത ആശയവിനിമയ രീതികൾ അപ്രസക്തമാണെന്നാണ് തേജസ്വി മറുപടി നൽകിയത്. ജനങ്ങളോട് സംസാരിക്കാൻ ഇടനിലക്കാരുടെ ആവശ്യമില്ലാത്ത കാലമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. 24 മണിക്കൂറും സജീവമായ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന ഇക്കാലത്ത് വാർത്താ സമ്മേളനങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തേജസ്വി സൂര്യ വിദ്യാർത്ഥികൾക്ക് നൽകിയ മറുപടിയുടെ വീഡിയോ വൈറലായതോടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ചോദ്യം ഇതാണ്: കഴിഞ്ഞ 12 വർഷമായി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്തുകൊണ്ട് പത്രസമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്ന്. അതിന് ഉത്തരമായി പറയുന്നത് മൻ കി ബാത്ത് പോലെയുള്ള റേഡിയോ പരിപാടികളിലൂടെ പ്രധാനമന്ത്രി ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നാണ്. ഈ പറയുന്ന മൻ കി ബാത്ത് എങ്ങനെയാണ് ജനങ്ങളുമായുള്ള ആശയവിനിമയം ആകുന്നത്? മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക മാത്രമാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കാൻ അവിടെ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ താൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും കേട്ടുകൊള്ളണം എന്നത് മാത്രമാണ് അത്തരം പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിദേശ പര്യടനങ്ങൾക്കിടയിൽ അപൂർവമായി ചില സംയുക്ത പ്രസ്താവനകളിൽ അദ്ദേഹം മാധ്യമങ്ങളിൽ നിന്നുള്ള പരിമിതമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടുണ്ട്. അത് ശരിയാണ്. പലപ്പോഴും ചോദ്യങ്ങളെ അദ്ദേഹം അവഗണിക്കുകയും ചെയ്യാറുണ്ട്. ഇവിടെ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളുമായി സംസാരിക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന ചോദ്യം അപ്പോഴും ബാക്കിയാണ്. BJPയുടെ മറ്റുള്ള വലിയ നേതാക്കളും മന്ത്രിമാരുമൊക്കെ മാധ്യമങ്ങളുമായി സംസാരിക്കാറുണ്ട്. എന്നാൽ നരേന്ദ്രമോദി മാത്രം എന്തുകൊണ്ട് അതിന് തയ്യാറാകുന്നില്ല എന്ന ചോദ്യത്തിന് തൽക്കാലം ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: അദ്ദേഹത്തെ കൊണ്ട് അതിന് കഴിയില്ല.